അവർ തെളിവുകൾ മാത്രമാണ് നോക്കുന്നത്. ചിലപ്പോൾ ഭാര്യ അവിടെ കാഴ്ചവെക്കുന്നത് കംപ്ലീറ്റ് തെറ്റായ തെളിവുകളായിരിക്കും. പക്ഷെ തെളിവുകൾ ആധികാരികമായിട്ട് അവിടെ ചെയ്തു കഴിയുമ്പോൾ അവിടെ ഇരിക്കുന്ന കുടുംബ കോടതി ജഡ്ജിന് മറ്റൊന്നും ചെയ്യാനില്ലാതെ വരും. സ്വാഭാവികമായിട്ടും നിയമങ്ങൾ കൂടുതൽ ഫേവറായിട്ട് സ്ത്രീകൾക്ക് തന്നെയാണ്. പല നിയമങ്ങളും സ്ത്രീകൾക്ക് തന്നെയാണ് ഫേവർ. ഈ ഗോൾഡ് ആൻഡ് മണി റിക്കവറി എന്ന് പറയുമ്പോൾ തന്നെയും ഭാര്യ കല്യാണം കഴിച്ച സമയത്ത് ഇട്ട സ്വർണം കൂടാതെ ചിലപ്പോൾ ഭർത്താവ് വാങ്ങിക്കൊടുത്ത സ്വർണം ഉണ്ടാകാം. പക്ഷേ ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ചിട്ട് ഭാര്യയ്ക്ക് അതിന്റെ ബില്ലൊന്നും ഹാജരാക്കേണ്ട ആവശ്യമില്ല. ഒരു വാക്കങ്ങ് പറഞ്ഞാൽ മതി. 50 പവൻ സ്വർണം കിട്ടിയ ഭാര്യ പറയാൻ എനിക്ക് 150 പവൻ സ്വർണം കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ അതെടുത്തുകൊണ്ട് അത്രയും കാശ് കൊടുക്കുവാൻ ഭർത്താവിനോട് പറയും. ഇപ്പോഴത്തെ വില അതല്ലെങ്കിൽ അയാൾക്കുള്ള എന്താണോ സ്വത്ത് അത് കൊടുക്കുവാൻ പറയും. അങ്ങനെ ഒരുപാട് കേസുകൾ മനുഷ്യത്വരഹിതമായിട്ട് പുരുഷന്മാർക്കെതിരെ കേരളത്തിൽ നടക്കുന്നു എന്നുള്ള സത്യമാണ്. പക്ഷേ അത് കോടതികളുടെ കുറ്റമല്ല. കോടതിയിൽ ഹാജരാക്കപ്പെടുന്ന തെളിവുകൾ ആ നിലയ്ക്കാണ്. അല്ലെങ്കിൽ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് സ്ത്രീകൾക്ക് അനുകൂലമായിട്ടാണ്. പുരുഷന് വനിതാ കമ്മീഷനുണ്ട്, പക്ഷെ പുരുഷ കമ്മീഷൻ ഇല്ല. അവിടെയാണ് പുതിയ ഒരു നിലപാട് കേന്ദ്ര ഗവൺമെന്റ് രാജ്യസഭയിൽ വന്നിരിക്കുന്നത്. ഇനി പുരുഷന്മാർക്കും ഇത്തരത്തിലുള്ള ഒരു കമ്മീഷൻ നിലവിൽ വരുന്നു. ഏതെങ്കിലും ഒരു സ്ത്രീ അന്യായമായിട്ട് തെറ്റായിട്ട് അങ്ങ് ഒരു സംഭവം ഉണ്ടാവാതിരിക്കെ പുരുഷനെതിരെ ഒരു കള്ളക്കേസ് കൊടുത്തു കഴിഞ്ഞാൽ 25 ലക്ഷം രൂപ പിഴയും 5 ലക്ഷം വരെ തടവും ആ കൊടുക്കുന്ന സ്ത്രീക്ക് കിട്ടാം. ഇത് ഫാമിലി കോടതികളിൽ മാത്രമല്ല, സ്ത്രീകൾക്കെതിരെ റേപ്പ് കേസിൽ കൊടുക്കുന്നവൾ, പീഡന കേസിൽ കൊടുക്കുന്നവൾ, അല്ലെ മോഷണ കേസിൽ കൊടുക്കുന്നത്, അങ്ങനെ ഒരു പുരുഷനെതിരെ അവൻ ചെയ്യാത്ത തെറ്റിന് അവനെ കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അത്തരത്തിലുള്ള ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു ബില്ല് പാസ്സായി കഴിഞ്ഞാൽ, അത് തെളിഞ്ഞു കഴിഞ്ഞാൽ 25 ലക്ഷം രൂപയും 5 വർഷം തടവ് കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് നിയമം മാറുകയാണ്. തീർച്ചയായിട്ടും ഇനിയുള്ള ഇത്തരത്തിൽ കള്ളക്കേസ് കൊടുക്കുന്ന സ്ത്രീകൾ ഒന്ന് ഞെട്ടും, ഒന്ന് വിറയ്ക്കും, ഒന്ന് അറയ്ക്കും. കാരണം പണി അവർക്ക് പിന്നാലെ വരുന്നുണ്ട്. കേരളത്തിൽ നിരവധി പുരുഷന്മാർ സ്ത്രീകളെ മോശമായി പീഡിപ്പിക്കുന്നുണ്ട്. ഒരുപാട് ആത്മഹത്യ ഉണ്ടാകുന്നുണ്ട് സ്ത്രീകളുടെ ഭാഗത്തു നിന്ന്, ഒരുപാട് പീഡനങ്ങൾ ഉണ്ടാകുന്നുണ്ട് പുരുഷന്മാരുടെ ഭാഗത്ത് നിന്ന്. പക്ഷെ അതൊക്കെ സമ്മതിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, വളരെ ന്യൂനപക്ഷമായ പുരുഷന്മാർക്കെതിരെ സ്ത്രീകൾ ഇതേ അടവ് തന്നെ പ്രയോഗിക്കുന്നുണ്ട്. അവനെ കൊടുക്കുവാൻ ഇത്തരത്തിലുള്ള കള്ളക്കേസുകൾ കൊടുക്കുന്നുണ്ട്. അവർക്കുള്ള ഒരു വലിയ പാഠമാണ് ഈ ഒരു പുതിയ നിയമം എന്ന് മനസ്സിലാക്കിയിരിക്കുക. കുടുംബ കോടതികളിലേക്ക് ചെന്നാൽ നിങ്ങൾക്കത് കാണുവാൻ കഴിയും. അപ്പോൾ കള്ളക്കേസുകൾ ഉണ്ടാക്കുവാനായിട്ട് കള്ള എവിഡൻസുകൾ ഉണ്ടാക്കുന്ന അഭിഭാഷകരും ഒപ്പം തന്നെ ഇത്തരത്തിൽ പുരുഷനെ ഒന്ന് കൊടുക്കുവാൻ വേണ്ടി കള്ളക്കേസ് ഉണ്ടാക്കുന്ന സ്ത്രീകളും കരുതിയിരിക്കുക.